റിവൽ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹകരമാണ് കേൾക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുമാത്രം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമോ അത്ര കണ്ട് നമ്മുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെടും, ജയകരമായി നമുക്ക് ജീവിക്കാൻ കഴിയും. ഇന്നത്തെ ഒരു ചെറിയ സന്ദേശമാണ്. അതിനകത്തൂടെ നമുക്കറിയാം 3 ടീനേജേഴ്സ് ചന്ദ്രക്, മേശക്, അബേദ്നഗോ, അവരുടെ പ്രഖ്യാപനം. നമുക്ക് പലപ്പോഴും പലരുടെയും ധാരണ എന്തെങ്കിലുമൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ദൈവത്തിനുള്ളത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയരെ, ചില ഘട്ടങ്ങളിൽ അതുമാത്രം പോരാ. ദൈവം എപ്പോഴും വലിയൊരു വിഷയങ്ങളിൽ നിങ്ങളെ വെടിവെക്കണമെങ്കിൽ വലിയൊരു ഫെയ്ത്ത് മാത്രമല്ല, വലിയൊരു കൺഫഷൻ നിങ്ങൾക്ക് വേണം. ഇവിടെ ഈ 3 കുഞ്ഞുങ്ങൾ, നമുക്കറിയാം, ആ ബിംബത്തെ നമസ്കരിക്കത്തില്ല, ഞങ്ങൾക്കൊരു ജീവനുള്ള യഹോവയായ ദൈവമുണ്ടെന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ രാജാവോ അവിടെ കൂടി നിന്നവരോ അവരുടെ ഫെയ്ത്തിനെ ഓണർ ചെയ്യല്ല, ഒരു ഉടനെ അതിലേക്കൊരു എക്സിക്യൂട്ട് ജഡ്ജിമെന്റിലേക്ക് പോകും. ആ ജഡ്ജിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ തീയിൽ ഇടുക, എരിതീയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഇടാനുള്ള പദ്ധതി. 7 മടങ്ങ് രാജാവിന് കോപം വന്നപ്പോൾ തീച്ചൂളയുടെ ആ എരിവിനെ വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് എൻ്റെ ഷോർട്ട് മെസ്സേജിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. അവർ ഗാഡ് ഹൂം വി സെർവ് വിൽ ഡെലിവർ us. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. അതൊരു കൺഫഷൻ. രണ്ടാമതൊന്നുണ്ട്, ഈവൻ ഇഫ് നോട്ട്. അവിടെയാണ് വചനത്തിൻ്റെ മറപൊരുൾ, മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യം അവിടെയാണ്. എല്ലാവർക്കും രസമാണല്ലേ, എന്നെ ദൈവ പ്രശ്നത്തെ വിടുവിക്കും, ആ രോഗത്തിൽ ഞാൻ പുറത്തു വരും, ആ കടഭാരത്തിൽ ഞാൻ പുറത്തു വരും. നല്ല കാര്യം. ഇല്ലെങ്കിലോ? അതാണ് ടെസ്റ്റ്. ഈവൻ ഇഫ് നോട്ട്. അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ശക്തനാണ്, കാരണം തീയല്ല, വെള്ളമല്ല, ഏത് പ്രതിസന്ധികളിലും ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളുടെ ദൈവം, അവർ ഗാഡ് ഈസ് ഏബിൾ ടു ഡെലിവർ us. എന്നിട്ട് അടുത്ത പറയുക, ഇനി ഇല്ലെങ്കിൽ, അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ ഞങ്ങൾ അവൻ്റെ കയ്യിലാണ്. ആ തീക്കകത്ത് ഞങ്ങൾ വെന്ത് ചാരമായാലും our spirit will be in his hands. ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിലായിരിക്കും ഞങ്ങളുടെ ആത്മാവ്. അതാണ് ഫെയ്ത്ത്. ഈവൻ ഇഫ് നോട്ട്. ഇല്ലെങ്കിലും ഈ വിഷയത്തെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. നമുക്കറിയാം പല സാഹചര്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. ആ കർത്താവ് വിത്തുകളുടെ ഉപമ പറയുമ്പോൾ, വഴിയരികിൽ വീണ വിത്ത്, ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ സാത്താൻ വന്ന് വിതച്ചെടുത്ത് കളയുന്നു. പാറപ്പുറത്ത് വേരില്ലായികയാൽ വചന നിമിത്തം ഊദ്രമോ ഞെരുക്കങ്ങളോ വന്നാൽ ക്ഷണത്തിൽ പിന്മാറുന്നു. മുള്ളിനിടയിൽ ഞെരുക്കുന്ന ധനത്തിന്റെ വഞ്ചന, ലോകത്തിന്റെ ചിന്ത അധികമായി വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയാതെ ഞെരുക്കുന്ന ഒരു അനുഭവം അവിടെ പറയുന്നു. നല്ല നിലത്ത് വീണതോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 30, 60, 100 മേനി. ഇവിടെ പറയുന്നത് പാറപ്പുറത്ത് വചന നിമിത്തം ഉപദ്രവവും ഞെരുക്കങ്ങളും, പലരും പ്രയാസങ്ങളും പ്രതികൂലം. ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ മതി. ചിലരെ പിന്നെ അവിടെ അടുത്ത മീറ്റിങ്ങിന് അവരില്ല. എന്നാൽ വൃത്തിമായോട് ചോദിച്ചാൽ നമുക്കറിയാം, അടങ്ങിയിരിക്കാൻ. അവർ വചനം ഇങ്ങനെ പറയുന്നേ, അത് ഹിസ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ദേ റെബ്യൂക്ഡ് ഹിം, ബി സൈലന്റ്, ബട്ട് ഹി ഷൗട്ടഡ് ഓൾ ദ മോർ, ഈവൻ മോർ ലൗഡ്ലി. അവൻ വീണ്ടും അലയ്ക്കാൻ തുടങ്ങി. അന്നേരമാണ് കർത്താവ് അവിടെ നിൽക്കുന്നത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ചില തീരുമാനങ്ങളിൽ നിന്നാൽ, തീയുടെ അനുഭവങ്ങളാണേലും പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളാണേലും, നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തത്. എല്ലാം അനുഗ്രഹകരമായിരിക്കുന്ന മാത്രമല്ല വിശ്വാസം, അതല്ല സ്നേഹം. കാര്യങ്ങൾ മുഴുവൻ അനുകൂലമായി വരുമ്പോഴല്ല. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. നല്ല കാര്യമാണ്. ഹി ലീഡ്സ് മീ ഗ്രീൻ പാസ്റ്റേഴ്സ്, ഹിസ് നെയിം സേക്ക് he guides to the right paths. That's okay. കുറച്ച് കഴിയുമ്പോൾ, even when I walk through the valley of the shadow of death, I will fear no evil. കുറെ കഴിയുമ്പോൾ കൂരിരുൾ താഴ്വരയാണ്, പച്ചപ്പുൽപ്പുറമല്ല. വിശ്വാസ ജീവിതങ്ങളിൽ മുള്ളിന്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് ഇത് ഇടുക്കമുള്ള വഴിയാണ് എന്ന് പറഞ്ഞ് ദാരിദ്ര്യമോ അല്ലെങ്കിൽ പരാജയത്തിന്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കാനല്ല.
ആ മുള്ളുകളുടെ മേൽ നിന്ന് നൃത്തം ചെയ്യുന്നതാണ് വിശ്വാസഗോളം. പൗലോസ് പറയുന്നു, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കപ്പെടുന്നവർ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ആ ഏറ്റുപറച്ചിൽ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോണം. കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലേലും പറയണം, ഞാൻ ത്യജിക്കത്തില്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്നെ ഇത് എനിക്കറിയാം, എൻ്റെ ദൈവം അവർ തീയിൽ 4-ാമനായി വരുമെന്നൊന്നും അവർ പറഞ്ഞില്ല, വിടുവിക്കുമെന്നേ അവർ പറഞ്ഞുള്ളൂ. പക്ഷെ രാജാവ് പിറ്റേ ദിവസം നോക്കുമ്പോൾ seeing a fourth man, we have put 3 children and where is the one of them, just like his face was just like son of man. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, തീരുമാനങ്ങളിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. മലയാളത്തിൽ, ബിക്കോസ് ഓഫ് ഹിസ് സെറ്റ് ഹിസ് ഫെയ്ത്ത് അപ്പോൺ മീ, ഹിസ് ലവ് അപ്പോൺ മീ, therefore I will deliver him. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തോടെ പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. മറന്നുപോകല്ലേ. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും പിന്മാറരുത്. എതിർപ്പുകൾ വരുന്നത്, ആ തിരമാലകൾ വരുന്നതും, ആ കഴുകനെ, ആ കൊടുങ്കാറ്റാണ് അവനെ വിഹായസിൽ പറക്കാൻ സഹായിക്കുന്നത്. പിന്മാറരുത്. വിടുവിക്കും ഞങ്ങളുടെ ദൈവം. കാരണം വാക്ക് പറഞ്ഞാണ്, ഐ വിൽ ഡെലിവർ യു. ബട്ട് ഈവൻ ഇഫ് നോട്ട്, ഇല്ലെങ്കിലും അവൻ്റെ ഹിതത്തിന്, അതാണ് യേശു ഗെത്സമന തോട്ടത്തിൽ വെച്ച്, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, യുവർ വിൽ ബി ഡൺ. യെസ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറരുത്. പ്രതികൂലമായിരിക്കാം. എൻ്റെ പാസ്റ്റർ ഇറങ്ങി പുറപ്പെട്ട് ഒന്നും കാണുന്നില്ല. യെസ്, ഹീസ് വർക്കിംഗ്. ഈവൻ ഇഫ് യു ആർ നോട്ട് സീയിങ്, ഹിസ് വർക്ക് സ്റ്റിൽ വർക്കിംഗ്. ഹി നെവർ സ്റ്റോപ്പ് ഹിസ് വർക്ക്. അവൻ്റെ പ്രവൃത്തികൾ നിർത്തത്തില്ല. ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ മേൽ തുറട്ട് കർത്താവ്. ഇപ്പോൾ തന്നെ ശക്തമായ തീരുമാനങ്ങൾ നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആ തീയുടെ ആ ശോധനയ്ക്കകത്ത്, ആ പ്രതിസന്ധിയുടെ അകത്ത്, ആ ഭാരത്തിനകത്ത്, നീ വേദനിക്കുന്ന അനുഭവത്തിനകത്ത് കർത്താവിനൊരു പ്രവൃത്തി കൊണ്ട് മറന്നു പോകരുത്. ഈ ആണ്ടിൻ്റെ ആരംഭങ്ങളിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്മാറി, നെവർ ടേൺ ബാക്ക്. അവിടെ തന്നെ നിന്നു. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. അതാ മോശ പറയുന്നത്. ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം കടന്നു പോകുന്നുണ്ടെങ്കിൽ, തീയുടെ ശോധന കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ അക്കാരം, നിന്റെ അദൃശ്യക്കാരം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടണമേ. അവരെ തുടരണമേ കർത്താവേ. ആ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണേ കർത്താവേ. യെസ്, ആ സമാധാനവും ആ സ്നേഹം അവരിൽ നിറയട്ടെ. തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയില്ലെങ്കിൽ ദൈവം അവർക്ക് ബലം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷകൾ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി കാണുന്നിടം വരെ സർവശക്തനായ ദൈവം അവൻ്റെ ചെറുകിടയിൽ നിങ്ങളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.